എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പരിഹരിച്ചു തരുന്നതായിരിക്കും. കാര്യത്തിലേക്ക് കിടക്കാം. 2026 ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സാമ്പത്തിക ലാഭമില്ല. എത്ര പണിയെടുത്താലും നഷ്ടങ്ങളല്ലാതെ ലാഭങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ 2026 എങ്ങനെയുണ്ടെന്ന് നമുക്ക് അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ജോലിക്ക് പോകാതെ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തിയാൽ നമുക്ക് പൈസ വരത്തില്ല. അതേപോലെ തന്നെ അസുഖം വന്നാൽ നമ്മൾ കൃത്യമായി ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ജ്യോതിഷ വിധി പ്രകാരം ഒരു മനുഷ്യൻ്റെയും ആനയുടെയും ആയുസ് 120 വർഷമാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഒരു 50 വയസ്സാകുമ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ പൊതുവെ ഒരു പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ജാതകത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് നവഗ്രഹങ്ങളെ ആസ്പദമാക്കിയാണ്. അതായത് 9 ഗ്രഹങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മുടെ ജീവിത കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് എന്തെങ്കിലും ജാതകവശാൽ ദോഷങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ട വന്നാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അധികം അത്യാവശ്യമാണ്, അല്ലേ? അപ്പോൾ ഉത്തര നക്ഷത്രക്കാരുടെ ജീവിതകാര്യങ്ങൾ നോക്കാം. ഉത്തര നക്ഷത്രക്കാർക്ക് 2026 തൊട്ട്, അതായത് ജനുവരി മാസം തൊട്ട് ഭാഗ്യങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാസവും കൂടെയാണ്. എല്ലാ തരത്തിലും വിജയിക്കാൻ പറ്റും. കഴിഞ്ഞ കുറേ കാര്യങ്ങളായി സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കുമെങ്കിൽ 2026 നഷ്ടങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകത്തില്ല. അതായത് ഏത് ബിസിനസ് മേഖല തുടങ്ങിയാലും നഷ്ടങ്ങൾ വരാതെ മുന്നോട്ട് പോകാൻ പറ്റും. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉത്തരം നക്ഷത്രക്കാരെ അലക്കിക്കൊണ്ടിരിക്കുക. അതായത് പനി സംബന്ധമായ കാര്യങ്ങൾ, അതായത് ജലദോഷം മാറാതെ നിൽക്കുക, അതേപോലെ തന്നെ ശരീരത്തിൽ എപ്പോഴും ക്ഷീണങ്ങൾ, ഉറക്കക്കുറവ്, നമ്മൾ രാത്രി എത്ര കിടന്നാലും ഉറക്കം വരില്ല. ഒരു 3 മണി 4 മണിയൊക്കെ ടൈമിലാകുമ്പോൾ ഉറക്കം ഇങ്ങനെ വരിക. അതേപോലെ തന്നെ ചെറിയൊരു അസ്വസ്ഥതകൾ, തുമ്മൽ, അലർജിപരമായ രോഗങ്ങൾ, കാലാവസ്ഥ മാറുന്നതനുസരിച്ച് എപ്പോഴും നമ്മളെ എന്തെങ്കിലും ഒരു രോഗങ്ങൾ അലക്കിക്കൊണ്ടിരിക്കും. ശരീരത്തൊരു സുഖം. ഈ ഒരു ദോഷങ്ങൾ 2026 മാറി കിട്ടാൻ വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ഭഗവാന് കൂവളത്ത് മാലയും ഭഗവാന്റെ പുറം വിളക്കിൽ എണ്ണ ഒഴിക്കുന്നതും നല്ല ഒരു കാര്യമാണ്. ദോഷങ്ങൾ ഉണ്ടാകില്ല. കാലാവസ്ഥപരമായ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഈ ഒരു കാര്യം ചെയ്യുക. ഒപ്പം തന്നെ അസുഖങ്ങളോ കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് മെഡിസിൻ കഴിക്കേണ്ടതാണ്. ഉത്തരം നക്ഷത്രക്കാർ പിന്നെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിദേശത്തൊക്കെ പോകാൻ നിൽക്കുന്നവർ, അതായത് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർക്കൊക്കെ വളരെയധികം സമയങ്ങളാണ്. ഉദ്ദേശിക്കുന്ന ജോലി കിട്ടും. അതായത് എവിടെ പോയാലും ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകത്തില്ല. അതായത് കഴിഞ്ഞ വർഷത്തെ പോലെ കാര്യങ്ങൾ കുറച്ചും കൂടെ വേഗതയിലാകും. അതായത് ജോലിക്കാര്യമായാലും വീട് പണി നടക്കും. അതേപോലെ തന്നെ വീട് പണി പകുതിക്ക് വെച്ച് മുടങ്ങിയവർക്കൊക്കെ 2026 നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ ഈ വർഷം വെച്ച ലോണുകളൊക്കെ ഏകദേശം 2026 ജനുവരി തൊട്ട് നമുക്ക് പാസ്സാകാം. നമ്മളെ പൈസ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞവർക്കൊക്കെ നമുക്ക് പൈസകളൊക്കെ വന്ന് കിട്ടും. നമ്മൾ കടം കൊടുത്ത പൈസകളൊക്കെ നമുക്ക് തിരികെ കിട്ടും. നമ്മൾ പിണങ്ങിപ്പോയ ആൾക്കാരൊക്കെ അവരൊക്കെ 2026 കൂടി തിരികെ വരും. അതേപോലെ തന്നെ ബന്ധുക്കാരായിട്ട് പിണങ്ങി നിൽക്കുന്നവർ, പല രീതിയിലുള്ള ആൾക്കാരൊക്കെ അവരുടെയൊക്കെ ഒരു സഹായങ്ങളും കാര്യങ്ങളും 2026 തൊട്ട് ഉത്തരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം. നമ്മുടെ കയ്യിലുള്ള പൈസകൾ നമ്മൾ മറ്റുള്ളവർക്ക് കടങ്ങൾ കൂടുതൽ കൊടുക്കാതെ, ശത്രുഭാവം ഉണ്ടാകാതെ വെക്കാൻ ഉത്തരം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ 2026 തൊട്ട് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും. വിവാഹ തടസ്സങ്ങളൊക്കെ മാറും. അതേപോലെ തന്നെ 2026 ഉത്തരം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്രീതിപ്പെടുത്തേണ്ട ദേവതയെന്ന് പറഞ്ഞാൽ നരസിംഹസ്വാമിയാണ്. അതേപോലെ തന്നെ ഭദ്രകാളിയും പ്രീതിപ്പെടുത്തുക. അതായത് നരസിംഹസ്വാമി ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തുക. അതേപോലെ തന്നെ കാര്യതടസ്സങ്ങൾ ഒഴിവാക്കാനും ജാതകത്തിലെ ഭാഗ്യങ്ങൾ വർദ്ധിക്കാനും ഉത്രം നക്ഷത്രക്കാർ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി 9 വലത്ത് വെച്ച് നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തേണ്ട വളരെ അധികം ഉത്തമമാണ്. ഒപ്പം തന്നെ ഉത്രം നക്ഷത്രക്കാർ 2026 നാൽക്കാലി മൃഗങ്ങളെ ഉപദ്രവിക്കുകയോ, അതായത് അവരെ കല്ലെറിയോ കാര്യങ്ങൾ വളരെയധികം ചെയ്യരുത്. അത് നമുക്ക് ജാതകത്തിലെ ഭാഗ്യങ്ങൾ ഇല്ലാതാക്കും. കഴിവതും നാൽക്കാലി മൃഗങ്ങളെ സംരക്ഷിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടിൽ പട്ടിയെ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് അവരെ പരിപാലിക്കുക. എല്ലാവിധ കാര്യങ്ങളും ജാതകത്തിലെ ഭാഗ്യങ്ങൾ തെളിയാനും കൂടി വേണ്ടിയാണ് നമ്മൾ നാൽക്കാലി മൃഗങ്ങളെ പരിപാലിക്കാൻ പറഞ്ഞത്. ഈ 2026 നാൽക്കാലി മൃഗങ്ങളെ കല്ലെടുത്തേറിയോ ഉപദ്രവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ കുറഞ്ഞ് നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് 2026 നാൽക്കാലി മൃഗങ്ങളെ
ഉത്രം നക്ഷത്രക്കാർ പരിപാലിക്കുക എന്ന് വെച്ച് വഴി പോകുന്ന പട്ടിയെ പരിപാലിക്കാനല്ല, നമ്മുടെ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളൊക്കെ നമ്മൾ പരിപാലിക്കുക. അതേപോലെ തന്നെ പൂച്ചയുണ്ടെങ്കിൽ പൂച്ചേനെയൊക്കെ ഒന്ന് പരിപാലിക്കുക. അതേപോലെ തന്നെ 55 വയസ്സ് കഴിഞ്ഞ ഉത്രം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച ചരട് വലത് കൈ കിട്ടുക. 21 ദിവസം ഒരു ചരടിൻ്റെ കാലാവധിയുണ്ട്. വിദ്യാർത്ഥികളായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് പഠനകാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് താല്പര്യക്കുറവ് വന്നേക്കാം. ആ ഒരു തടസ്സങ്ങൾ മാറാൻ വേണ്ടി സരസ്വതി ക്ഷേത്രത്തിൽ പോയി വിദ്യാമന്ത്ര അർച്ചന താമര കൊണ്ടും ചെയ്യുന്നത് ഉത്രം നക്ഷത്രക്കാർ നല്ലതാണ്. ഉത്രം നക്ഷത്രക്കാരുടെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല. ഉത്രം നക്ഷത്രക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുക, പല യൂട്യൂബിൽ പല കാര്യമാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ ഉത്രം നക്ഷത്രക്കാർ ഇത്ര മാത്രം ശ്രദ്ധിക്കുക, ആര് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു യുക്തി കൊണ്ട് ചിന്തിക്കണം അല്ലേ. ഇവർ പറയുന്നത് എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്ന് നമുക്കൊരു ആരെങ്കിലും പറയുമ്പോൾ നമുക്കൊരു മനസ്സിലാക്കി എടുക്കാമല്ലോ. പിന്നെ ഉത്രം നക്ഷത്രക്കാർ അന്ധമായ കൂടുതലായിട്ടുള്ള വിശ്വാസങ്ങളിലേക്കൊക്കെ പോകാതിരിക്കുക. ഉള്ള വിശ്വാസം അനുസരിച്ച് ക്ഷേത്രത്തിൽ പോയി നല്ല രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കുക. ഉത്രം നക്ഷത്രക്കാർ ഒരു ഈശ്വര വിശ്വാസമാണെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങളും കാര്യങ്ങളും ഉത്രം നക്ഷത്രക്കാർക്ക് 2026 ബാധിക്കത്തില്ല. നമ്മുടെ ഈശ്വര വിശ്വാസം ഈശ്വരാനുഗ്രഹം പോലെ ഇരിക്കും. ഉത്രം നക്ഷത്രക്കാർക്ക് 2026 ഭാഗ്യങ്ങളും ദോഷങ്ങളും ഒക്കെ വരാൻ വേണ്ടി നമ്മൾ പറയാറിയോ, ഈശ്വരൻ കാത്തു ഒരു വലിയൊരു കണ്ണി കൊള്ളണ്ടായിരുന്നു, പിരുവത്ത് തൊട്ട് ഈശ്വരൻ അത് മാറ്റിക്കളണം. അവിടെയൊക്കെയാണ് ദൈവാനുഗ്രഹം. അപ്പോൾ ഉത്രം നക്ഷത്രക്കാർക്ക് എന്തോരം ദൈവാനുഗ്രഹങ്ങളും കാര്യങ്ങളുണ്ട്. ആ ദൈവാനുഗ്രഹം അനുസരിച്ചാണ് 2026 ഫലങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്ത് തന്നെ ഫലങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എല്ലാം മാറാൻ വേണ്ടി നമ്മുടെ ഉപാസനമൂർത്തി നമ്മളെ സഹായിക്കും. അപ്പോൾ ഉത്രം നക്ഷത്രക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. അപ്പോൾ ഉത്രം നക്ഷത്രക്കാർക്ക് ഒരു വർഷക്കാലം ചെയ്യേണ്ട വഴിപാട് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഉത്രനാളിൽ നവഗ്രഹ പൂജ നടത്തുക 1 വർഷക്കാലം. അതേപോലെ തന്നെ 9 വലത്ത് വെക്കുക. പിന്നെ ഉത്രം നക്ഷത്രത്തിൽ തന്നെ ഈ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ഞായറാഴ്ച ദിവസം ഈ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഉത്രം നക്ഷത്രക്കാർക്ക് ജാതകത്തിലെ ഭാഗ്യങ്ങളും സമയദോഷങ്ങളും എല്ലാവിധ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി 2026 തൊട്ട് എന്ത് പറയുക 1 വർഷക്കാലം ഉത്രം നക്ഷത്രത്തിൻ്റെ അന്ന് നവഗ്രഹ പൂജ നടത്തുക. കൂപ്പം തന്നെ ഗണപതി ഹോമം നടത്തുക. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ശത്രുദോഷങ്ങളും കാര്യങ്ങളൊക്കെ 2026 ഉത്രം നക്ഷത്രക്കാർക്ക് ഉണ്ടാകില്ല. ആ ഒരു പേടി വേണ്ട. ആഭിചാര ദോഷങ്ങൾ നമുക്ക് എല്ലാവരിൽ നിന്നും എല്ലാവിധ അനുഗ്രഹങ്ങളും 2026 ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ പറ്റും, കൂട്ടുകാരിൽ നിന്നും കേൾക്കാൻ പറ്റും, വീടിൻ്റെ പരിസരവാസികളൊക്കെ നമുക്ക് സപ്പോർട്ടായിരിക്കും. നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും സാമ്പത്തിക നഷ്ടം വരാതെ ഉത്രം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭമായി പറ്റുന്ന ഒരു വർഷവും കൂടെയാണ് 2026. ലോണുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്സാക്കിയിട്ട് നമുക്ക് ലോണുകൾ എടുത്താൽ തന്നെ അത് തിരിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ലാഭവും കൂടെ കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും ഉത്രം നക്ഷത്രക്കാർക്ക് 2026 കടബാധ്യതകളൊക്കെ ഇല്ലാതെ നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകും. അതിൻ്റെ ഇടയ്ക്ക് തടസ്സങ്ങൾ മാറാൻ വേണ്ടി നരസിംഹസ്വാമി ക്ഷേത്രത്തിലോ ഭദ്രകാള ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. ഒപ്പം തന്നെ 1 വർഷക്കാലം നവഗ്രഹ പൂജ അത്യാവശ്യമായിട്ട് നടത്തുക. നാൽക്കാലി മൃഗങ്ങളെ സംരക്ഷിക്കുക. അതേപോലെ തന്നെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബദേവതയും കൂടെ പ്രീതിപ്പെടുത്തുന്നത് ഉത്രം നക്ഷത്രക്കാർക്ക് വളരെയധികം നന്നായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.